മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നന്ദഗോവിന്ദം ഭജൻസിന് നേരെ സുഡാപ്പികൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് സുഡാപ്പികൾ പ്രചരിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യാം. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഏത് തരത്തിലാണ് നന്ദഗോവിന്ദം ഭജൻസിന് നേരെ ഈ സുഡാപ്പികൾ പ്രചരണം നടത്തുന്നത് എന്നുള്ളത് സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയേണ്ടത് തന്നെയാണ്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര സുന്ദരമായാണ് നമ്മുടെ കേരളം, എത്ര ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിരുന്നത്. അവിടെ കുളമാക്കാനായിട്ട് സുഡാപ്പികളും ജിഹാദികളും എന്തിനാണ് ഇങ്ങനെ കച്ചകെട്ടി രംഗത്തെത്തുന്നത് എന്നാണ് തീരെ മനസ്സിലാവാത്തത്. എത്ര സുന്ദരമായിട്ടാണ് നമ്മളൊക്കെ എല്ലാ മതങ്ങളും ഒരുമിച്ച്, എല്ലാ മതങ്ങളുടെ ആരാധകരെയും ബഹുമാനിച്ച് ഐക്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സകലത്തിലും പ്രശ്നമുണ്ടാക്കാനായിട്ട് സുഡാപ്പികളും ജിഹാദികളും എന്തിനാണ് ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയത്? നന്ദഗോവിന്ദം ഭജൻസി എന്നൊക്കെ പറയുന്നത് കേരളത്തില് ജനലക്ഷങ്ങള് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു ഭജൻസാണ് ഈ നന്ദഗോവിന്ദം ഭജൻസി എന്ന് പറയുന്നത്. അവർക്ക് നേരെ പോലും, അതായത് നമ്മുടെ ഭാരതീയ സംസ്കാരം എടുത്തുയർത്തിപ്പിടിച്ചുകൊണ്ട്, ചന്ദനക്കുറി ധരിച്ചുകൊണ്ട്, വളരെ ഭംഗിയോട് കൂടിയിട്ട് നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചൊരു സുന്ദരമായിട്ട് അവര് ക്ഷേത്രങ്ങളിലേക്ക് എത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് മുന്നിൽ അവർ പാടുന്നത്, അവർ ആലപിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ് കേരളം കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുന്നത്. അതിനെതിരെ പോലും, അതായത് ഹിന്ദു വിശ്വാസത്തിന് നേരെ സുഡാപ്പികൾ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ എത്തി എന്നുള്ളത് മതഭേദമന്യേ സകല മലയാളികളും ഒറ്റക്കെട്ടായിട്ട് എതിർക്കേണ്ടത് തന്നെയാണ്. ഞാൻ ആ ഒരു വിഷയം, എന്താണ് സുഡാപ്പികൾ വിളിച്ചു പറയുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു റാഷി പട്ടാമ്പി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. ഇത്തരം ഒരുപാട് പ്രചരണങ്ങൾ ഈ നന്ദഗോവിന്ദം ഭജൻസിന് നേരെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതും സകലരും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സ്ത്രീകളെ ലക്ഷ്യമിട്ട് ഭജന സംഘങ്ങൾ വഴി നടക്കുന്ന സംഘിവൽക്കരണം ആകസ്മികമല്ല. സന്ധ്യാസമയങ്ങളിൽ രാഷ്ട്രീയമില്ലാത്ത ഭക്തി എന്ന മുഖം ധരിച്ച് സംഘടിപ്പിക്കുന്ന ഭജനകളിലേക്ക് സ്ത്രീകൾ രാഷ്ട്രീയ ഭേദമില്ലാതെ എത്തുന്നു. അവരെ കൂട്ടാൻ പോകുന്ന പുരുഷന്മാരും അറിയാതെ ഈ വലയത്തിൽ കുടുങ്ങുന്നു. വിശുദ്ധൻ എന്ന ഇമേജ് നിർമ്മിച്ച് ചിലരെ പൊതുസമ്മതയിലേക്ക് ഉയർത്തുന്ന ഈ രീതിക്ക് കർണാടകയിൽ തന്നെ 3 കിലോമീറ്ററുകളോളം ഇടവിട്ട് ഭജന കേന്ദ്രങ്ങൾ ഉണ്ടെന്നത് സൂചനയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലും ഇതേ സോഫ്റ്റ് മൊബിലൈസേഷൻ മാതൃകയാണ് കണ്ടത്. ഇത് ഹിന്ദു മതത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിലും ധ്യാനം, ആരാധന എന്ന പേരിൽ നടക്കുന്ന സമാന നീക്കങ്ങൾ കാണാം. അതായത് ഹിന്ദുവിനെതിരെ മാത്രമല്ല സുഡാപ്പികൾ, ക്രിസ്ത്യാനിക്ക് നേരെയും ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഈ പോസ്റ്റിൽ വ്യക്തമാണ്. പ്രിൻസ് ആദിത്യവർമ്മ ഫാൻസ് ക്ലബ്ബ് പോലുള്ള സെലിബ്രിറ്റി കേന്ദ്രീത ഭജന ഗ്രൂപ്പുകളെ വെറും ആരാധനയെന്നോ തമാശയെന്നോ കാണരുത്. ഭക്തിയോഗ, ധ്യാനം, യാത്ര, സേവനം എല്ലാം ചേർന്ന് പതുക്കെ സമൂഹത്തെ രാഷ്ട്രീയമായി ദിശാബദ്ധമാക്കുന്ന പ്ലാറ്റ്ഫോമുകളാകുന്നു. ശ്രീ ശങ്കർ എന്ന പേരിൽ ഒരു കാലത്ത് നടന്ന വമ്പൻ ആത്മീയ പ്രചരണവും ഇതേ വഴിയിലൂടെയാണ് ആളുകളെ പാളയത്തിലേക്ക് എത്തിച്ചത്. കേരളത്തിലും അടുത്ത കാലത്ത് വളർന്ന ഭക്തി ഗ്രൂപ്പുകൾ, തീർത്ഥാടന യാത്രാ കൂട്ടായ്മകൾ, രാഷ്ട്രീയമില്ല എന്ന പേരിലുള്ള ചാരിറ്റി നെറ്റ്വർക്കുകൾ, ആത്മീയ ക്ലാസുകൾ ഇവയെല്ലാം ഒരു ആസൂത്രിത സാമൂഹ്യ എഞ്ചിനീയറിംഗിന്റെ ഭാഗങ്ങളാണ്. എല്ലാം അങ്ങനെയാണെന്ന് പറയുന്നുമില്ല. ഊളിയിട്ട് വരുന്ന ഫാസിസത്തിന്റെ ഊരാക്കുടുക്കുകളെ കുറിച്ച് ബോധ്യത്തോടെ മനസ്സിലാക്കി സംഗമിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക. ഉത്തരേന്ത്യയിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വേരുറപ്പിച്ചത് ഇത്തരത്തിലുള്ള സോഫ്റ്റ് തന്ത്രങ്ങളിലൂടെയായിരുന്നു എന്നത് ഓർക്കണം. ഫാസിസം യൂണിഫോം ഇട്ട് മാത്രമല്ല വരുന്നത്, പാട്ടായും സിനിമയായും പുസ്തകമായും തമാശയായും നിഷ്കളങ്കമായ ഭക്തിയായും വരാം. അപകടം തിരിച്ചറിയാൻ വൈകേണ്ട. ഹൈജാക്ക് ചെയ്യപ്പെടാൻ ഒരു നിമിഷം മതി. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കുകയും അതോടൊപ്പം തന്നെ ക്ഷേത്ര സംരക്ഷണത്തെ കുറിച്ചുള്ള വൈകാരികമായ പ്രസംഗങ്ങൾ നടത്തുന്ന മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്നവരാണ് അവർ. ഭക്തിയുടെയും സേവനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മറവിലൂടെ നിഷ്കളങ്കരായ മനുഷ്യരെ മസ്തിഷ്കത്തിലേക്ക് വർഗീയത കുത്തി നടക്കുന്നവരാണ് അവർ. സൂക്ഷ്മത പാലിക്കുക, തിരിച്ചറിയുക. റാഷി പട്ടാമ്പി ഒരു എസ് ടി പി ഐക്കാരൻ, ഒരു എസ് ടി പി ഐക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ഒരു പ്രൊഫൈലിൽ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ്.
ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു. 3 കിലോമീറ്റർ കർണാടകയിൽ ഭജന നടക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. ഉളപ്പില്ലേ സുഡാപ്പിക്കാരാ, ഉളുപ്പില്ലേ ഇതുപോലെ വിളിച്ചു പറയാൻ? കേരളത്തിൽ കിലോമീറ്റർ, ഓരോ കിലോമീറ്റർ 3ഉം 4ഉം പള്ളികളില്ലേ? എന്നിട്ട് അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? അതല്ലേ മറ്റു മതങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുന്നത്? എന്നാൽ അത് ഒരു ഭക്തി, അതായത് ഒരു ഭജൻസിന് നേരെ പോലും, ഭക്തിയുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിന്റെ ഭക്തിക്ക് നേരെ ഒരു വലിയ രീതിയിൽ ജനലക്ഷങ്ങൾ അവരുടെ അത്രയും വളരെ ഭംഗിയായിട്ട് അവർ ആലപിക്കുന്നത് കൊണ്ട് ഭക്തിസാന്ദ്രമായിട്ട് ആളുകൾ അവരിലേക്ക് എത്തുന്നതിൽ നാലിക്കൊക്കെ എന്ത് കുരുവട്ടലാണോ? ഒരു ഉളുപ്പല്ലേ? നമ്മുടെ സുന്ദരമായ കേരളത്തിൽ സകല കുത്തിത്തിരിപ്പും ഈ ജിഹാദികള്, ഈ സുഡാപ്പികളാ ചെയ്യുന്നത്. ഇതിനെ പ്രതിരോധിക്കണം. പ്രതിരോധം ഒരു പാവല്ല. ഇത് പ്രതിരോധിക്കുന്നവരെ സംഘി എന്ന് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് വിളിച്ചോളൂ, ഒരു ഉക്കില്ല. ഇതിനെയൊക്കെ ബോധമുള്ള സകല മലയാളികൾ പ്രതിരോധിക്കണം. ഈ സുഡാപ്പികളൊക്കെ എന്തിന്റെ പേരിലാണ് നന്ദഗോവിന്ദം ഭജൻസ് കേരളത്തിൽ ലക്ഷങ്ങൾ ഏറ്റെടുക്കുക? അവരുടെ ഫോട്ടോയും വെച്ചാ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഫോട്ടോയും വെച്ച് അതൊക്കെ അങ്ങ് ഇല്ലാതെയാക്കണം എന്നുള്ള രീതി, അതൊന്നും ഇനി നരേന്ദ്ര ഭാരതത്തിൽ നടപ്പില്ല. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നിയന്ത്രിക്കുന്ന സംവിധാനം അല്ല രാജ്യം ഭരിക്കുന്നത്. ഇനി കേരളത്തിലെ ഹിന്ദു സമൂഹവും ബോധമുള്ള സകല മലയാളികളും ഈ സുഡാപ്പികളെയൊക്കെ തിരിച്ചറിയണം. ഇവരെയും കൂട്ടുപിടിച്ചാണ് കേരളത്തിലെ ഇടത് വലത് സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പണം പോലും നമ്മുടെ പൊതുഖജനാവിലേക്കല്ല പോകുന്നത്. അതേസമയം ഈ നേരെ മറിച്ച് മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട, ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട അവരല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേ രീതിയിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങൾ കൊണ്ടുപോകട്ടെ എന്ന് പറയാത്തത് എന്താ? അവർക്ക് അവരുടെ വികസനങ്ങൾ നടത്തിക്കൂടെ? അല്ലെങ്കിൽ എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും ഒരേപോലെ മുന്നോട്ട് പോവുക? അതില്ല. ഇതൊന്നു മാത്രം സകലതിനും ആളുകൾ ഒരു ആരാധന തോന്നിയ ആളുകൾ ഒരു ഭജന കേൾക്കാൻ പോലും പാടില്ല എന്ന് തിട്ടൂർ. അതാണ് ഇവിടുത്തെ മതേതരത്വം. അതാണ് ഇവരെ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം. ഹിന്ദുവിന്റെ അല്ല. ഇവരൊക്കെ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? വേടനെ പോലെയുള്ള നെറികെട്ട തോന്നി തെറി വിളിക്കുന്ന ആളുകൾ തന്നെ ഈ പറയുന്ന ക്ഷേത്ര പ്രോഗ്രാമിലേക്ക് വരണമെന്നാണോ? ഈ അമ്പല കമ്മിറ്റിയിൽ കമ്മ്യൂണിസ്റ്റ് കമ്മികൾ കയറിക്കൂടിയ ഹൈജാക്ക് ചെയ്തിട്ടുള്ള അമ്പല കമ്മിറ്റിക്കാരാണ് ഈ പറയുന്ന വേടനെയും ടീമിനെയും വിളിച്ചിട്ട് ക്ഷേത്ര പ്രോഗ്രാമുകൾ നടത്തുക. അത് യഥാർത്ഥത്തിൽ ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കുന്നതിന് തുല്യ. സകല പെണ്ണ് കേസുണ്ട്, ലഹരി കേസുണ്ട്, സകല കേസുള്ളേ. എന്നിട്ട് സ്റ്റേജിലെത്തിയ തെറിയൂ. ഇത്തരം ആളുകളാണോ ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വേണ്ടത്? അതല്ലെങ്കിൽ നമ്മുടെ പൈതൃകം, നമ്മുടെ സംസ്കാരം അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന, അവരെ നോക്കിയിട്ട് ഇതാണ് ഹിന്ദു എന്ന് പറയാൻ സാധിക്കുന്ന ആളുകളെ, അത്തരം ആളുകള് അവതരിപ്പിക്കുന്നത് ശരിയല്ല. അത് ഫാസിസ്റ്റ് ഉളുപ്പില്ല. സുഡാപ്പികൾ ഏത് രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ ഹിന്ദു വിശ്വാസത്തിന് മേലിൽ പോലും കൈകടത്തുന്നത് എന്ന് ഇത്തരം സുഡാപ്പികളുടെ പോസ്റ്റിലൂടെ സകല മലയാളികളും തിരിച്ചറിയണോ? ഈ സുഡാപ്പികളാണ് കേരളത്തിലെ ഇടതിനെയും വലതിനെയും നിയന്ത്രിക്കുന്നത്. സുഡാപ്പികൾ കോൺഗ്രസിലുണ്ട്, സുഡാപ്പികൾ ഇടതുപക്ഷത്തിലുണ്ട്, ഒരു തർക്കമില്ലാത്ത വിഷയ. അവരാണ് കേരളത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത്. ഇതിലൊക്കെ ഒരു മാറ്റം വരണോ? ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസിന് നേരെ പോലും എങ്ങനെയാണ് ഒരു ഭജന ആലപിക്കുന്നതിന്, ഭജനക്കെതിരെ പോലും ആളുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം എങ്ങോട്ടേക്ക് എത്തി? ഇവർക്ക് ഇനിയും ധൈര്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതിനും വലതിനൊക്കെ വോട്ടു ചെയ്യണോ എന്നുള്ളത് പോലും സകല മലയാളികളും 1000 തവണ ചിന്തിക്കൂ.